ഉന്നാവ് ബലാത്സംഗ കേസ് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കേസിലെ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി ഉത്തരവ് വന്നതോടുകൂടിയാണ്. അതിന് പിന്നാലെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. തെരുവിലിറങ്ങിയ അതിജീവിതയെ നമ്മൾ കണ്ടു. ഇന്നിതാ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. പ്രതിയും ബിജെപി നേതാവുമായ കുൽദീപ് സിംഗ് സെൻഗാറിന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിശദമായി തന്നെ അറിയാം. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. അമൃത, ഈ 2017 നാടിന് നടുക്കിയ ഉന്നാവ് സംഭവത്തിൽ ഒരു കേസല്ല, നിരവധി കേസുകളും നിരവധി കുറ്റകൃത്യങ്ങളും ഇതിനുള്ളിൽ നടന്നിട്ടുണ്ട്. ഈ 2017 ബലാത്സംഗം നടക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ വിചാരണ നടക്കുന്ന കാലയളവിൽ ഈ അതിജീവിതയുടെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഈ അതിജീവിതരുടെ കുടുംബത്തിന് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ഉന്നാവ് കേസ് എന്ന് പറയുന്നത്. അധികാരമുണ്ടെങ്കിൽ ഒരു BJP-കാരനായി UP-യിൽ വാഴാൻ കഴിയുമെങ്കിൽ എങ്ങനെയാണ് ഒരു പാവങ്ങളെ അല്ലെങ്കിൽ ഒരു നിസ്വരായ ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നിയമം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഈ ഉന്നാവ് കേസ്. ഒടുവിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം പോലും ഈ പെൺകുട്ടി നടത്തിയത്. അങ്ങനെ നിരന്തര സമരത്തിനൊടുവിലാണ് ഈ കേസെടുക്കുന്നതും CBI കേസ് ഏറ്റെടുത്ത് വിചാരണ കോടതി ഈ കുൽദീപ് സെൻഗറിനെ ശിക്ഷിക്കുന്നതും. പക്ഷേ ശിക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ 2 കേസിലാണ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഇതിൻ്റെ വാദം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സെക്ഷനുണ്ട്, സെക്ഷൻ 5 പോക്സോ വകുപ്പിൻ്റെ. അത് പ്രകാരമാണെങ്കിൽ ഈ പൊതുസേവകൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് ശിക്ഷ കൂടുതലാണ്. പക്ഷേ IPCയുടെ ശിക്ഷാ നിയമത്തിലെ 21ാമത്തെ വകുപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുസേവകൻ എന്ന് പറയുന്ന ഒരു പരിധിയിൽ ആ പട്ടികയിൽ MLA MP-മാർ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഇയാൾക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ അധികമാണെന്നും അങ്ങനെ ശിക്ഷ മരവിപ്പിക്കുകയാണ്, ഉടനടി ജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവിന് ശേഷം വലിയ തലത്തിലുള്ള പ്രക്ഷോഭമാണ് ഡൽഹിയിലും UP-യിലും ഉൾപ്പെടെ അരങ്ങേറിയത്. അതിജീവിതയും മാതാവും സാമൂഹ്യ പ്രവർത്തക യോഗ്യതയും അടക്കമുള്ളവർ ഈ ഡൽഹിയിലേക്ക് അവർ പല കോണുകളിലായിട്ടാണ് സമരം ചെയ്തത്. ജന്തർ മന്ദറിൽ അതിജീവിത തന്നെ നേരിട്ടെത്തി സമരം ചെയ്തു. അതിജീവിത ചൂണ്ടിക്കാട്ടിച്ചത് ഇത്തരത്തിലുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് CBI-യും BJP നേതാവും കൂടി ഒത്തുകളിച്ചുകൊണ്ടുള്ള ഒരു വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് അയാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വകുപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ അയാൾ ഇനി 2ാമത്തെ കേസിൽ ശിക്ഷ വിധിക്കുന്നത് അത് 10 വർഷത്തേക്കുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ അയാൾ 7 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉടനടി തന്നെ അയാൾക്ക് പരോൾ ലഭിക്കും, അല്ലെങ്കിൽ അയാൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിജീവിത ചൂണ്ടിക്കാട്ടിയത്. അതിജീവിതയും മാതാവും അവരുടെ സുഹൃത്തുക്കളും അഭിഭാഷകരും അടക്കം പാർലമെൻറ്റിന് മുന്നിൽ പോലും സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. 1.5 മണിക്കൂറായിരുന്നു പാർലമെൻറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം സമരം നടത്തിയത്. അങ്ങനെ ഒരു വലിയൊരു സമരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സുപ്രീം കോടതിയുടെ മുന്നിൽ റോഡിൽ പോലും വലിയ തരത്തിലുള്ള സമരം ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ്സുകാർ സമരം നടത്തുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ടത്. മാത്രമല്ല സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് വലിയ തരത്തിലുള്ള ഒരു സുരക്ഷയായിരുന്നു അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിക്കുന്നുണ്ട്, ഈ പൊതുപ്രവർത്തകൻ എന്ന പരിധിയിൽ ഒരു കോൺസ്റ്റബിൾ പോലും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ MLA-യും MP-യും ആ പരിധിയിൽ ഇല്ലാതായി പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി ചോദിക്കുന്നത്. മാത്രമല്ല CBI-ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അതിജീവിതയ്ക്ക് വേണ്ടി വളരെ ശക്തമായ വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വാദമുഖങ്ങളിൽ കുടുങ്ങിയാണ് ഇന്ന് ഈ BJP നേതാവിന് അയാൾക്ക്
ലഭിച്ചിരുന്ന ജാമ്യം ഇല്ലാതാകുകയും ശിക്ഷ മരവിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറഞ്ഞത്. കാര്യം ജഡ്ജിമാർക്ക് പോലും അവർ മനുഷ്യരാണ്, അവർക്കും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിമർശനം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെൻഗറിനെ ഒരു കാരണവശാലും അയാളെ പുറത്തേക്കിറക്കാൻ, ജയിലിൽ നിന്ന് പുറത്തേക്കിറക്കാൻ കഴിയില്ല. മാത്രമല്ല അതിജീവിതയ്ക്ക് ഇത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോടതിയെ സമീപിക്കണമെങ്കിൽ പ്രത്യേക കോടതിയുടെ അനുമതി പോലും വേണ്ട. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം ഇനി വേണമെങ്കിൽ അവർക്ക് അഭിഭാഷകനെ വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സുപ്രീം കോടതി തന്നെ അതിൻ്റെ ലീഗൽ സമിതിയെ വെച്ച് പ്രത്യേക അഭിഭാഷകനെ തന്നെ നൽകാം എന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിലും സുപ്രീം കോടതി പരിസരത്തും ഇന്ത്യ ഗേറ്റ് പരിസരത്തും ജന്തർ മന്ദറിലും പാർലമെന്റിന് മുന്നിലുമടക്കം നടന്ന സമരത്തിന് ഒരു താൽക്കാലിക അറുതിയായിരിക്കുകയാണ്. ഇപ്പോൾ 20-ാം തീയതിക്ക് വീണ്ടും കേസ് എടുക്കും എന്നുള്ള നൽകിക്കൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി സെൻഗറിന് അയാൾക്ക് പറയാനുള്ള വാദങ്ങൾ എന്താണെന്ന് സുപ്രീം കോടതിക്ക് രേഖാമൂലം തന്നെ സമർപ്പിക്കണം. അതിനുശേഷമായിരിക്കും വിശാലമായ ഒരു വാദം നടക്കുക. ഈ പൊതുപ്രവർത്തകൻ ആ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അടക്കമുള്ള വാദങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും 2019 ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ നിയമം കുറച്ചുകൂടി കാഠിന്യമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്, ശിക്ഷ കൂടി കുറച്ചുകൂടി കാഠിന്യമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊന്നും ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചില്ല എന്നുള്ള ഒരു വിമർശനം കൂടി തുഷാർ മേത്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, ഡി ധനസുമോദാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്.